നമസ്കാരം. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന KSRTCയെ രക്ഷിക്കാൻ പുതിയതായി ചുമതലയേറ്റ മന്ത്രി KB ഗണേഷ് കുമാർ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പൊതുഗതാഗത സംവിധാനത്തെ നാടിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കും, അതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ മുഖ്യമന്ത്രിക്ക് നൽകിയതായും മുഖ്യമന്ത്രി അനുവാദം കൊടുക്കുകയാണെങ്കിൽ അത് ഉടൻ പ്രാവർത്തികമാക്കുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് KSRTCയെ എങ്ങനെ രക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. മാത്രമല്ല, അദ്ദേഹം വളരെ ഇച്ഛാശക്തിയോടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. KSRTCയെ തകർക്കുന്നതിൽ യൂണിയൻകാർക്കുള്ള പങ്ക്, യൂണിയൻ നേതാക്കൾക്കുള്ള പങ്ക് നേരത്തെ ചർച്ചയായിരുന്നു. KB ഗണേഷ് കുമാർ മന്ത്രിയായ ശേഷം യൂണിയൻ നേതാക്കളൊക്കെ ഒതുങ്ങി അല്ലെങ്കിൽ ഒതുങ്ങും എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത്. KSRTCയുടെ ചിലവ് എത്രയും കുറയ്ക്കാൻ ശ്രമിക്കുമോ അത്രയും കുറയ്ക്കും എന്നാണ് മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. വരുമാനം വർദ്ധിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം ഡിസംബർ മാസത്തിൽ 240 കോടിയിലധികം രൂപയുടെ വരുമാനം KSRTCക്ക് ഉണ്ടായിരുന്നു. അത് ശബരിമല സീസൺ പ്രമാണിച്ചാണ്. എല്ലാ സീസണിലും ഇതുപോലെ ഉണ്ടാകണമെന്നില്ല, എല്ലാ കാലത്തും ഇതുപോലെ ഉണ്ടാകണമെന്നില്ല. അതിനോടൊപ്പം ഈ വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം ചെലവ് കൂടി കൂടിയാൽ കാര്യങ്ങൾ കുഴപ്പത്തിലാകും എന്നാണ് മന്ത്രി പറയുന്നത്. മുറുക്കാൻ കടയിലെ സാമ്പത്തിക ശാസ്ത്രം മാറ്റുമെന്നുമാണ് ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. നഷ്ടത്തിലോടുന്ന KSRTC സർവീസുകൾ ഉടൻ നിർത്തും. സമയക്രമത്തിൻ്റെ കുഴപ്പമാണ് നഷ്ടത്തിലോടുന്നതിന് കാരണമെങ്കിൽ സമയക്രമം പരിഹരിച്ച് ആ സർവീസുകൾ പുനഃക്രമീകരിക്കും. ഉൾമേഖലകളിലേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തലാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. KSRTC ബസ് സ്റ്റേഷനിൽ മുലയൂട്ടുന്ന അമ്മമാർക്ക് പ്രത്യേക സൗകര്യമൊരുക്കും. ഇപ്പോൾ ചില പ്രധാനപ്പെട്ട സ്റ്റാൻഡുകളിലൊക്കെ തന്നെ അതുണ്ട്. അത് എല്ലാ ഡിപ്പോകളിലേക്കും വ്യാപിപ്പിക്കും. അത്തരത്തിൽ ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കും. വലിയ കമ്പനികളുടെ CSR ഫണ്ട് സ്വീകരിക്കാൻ KSRTCക്ക് ആദായ നികുതി വകുപ്പിൻ്റെ അനുവാദം വാങ്ങണം. അതിനുള്ള അപേക്ഷ കൊടുക്കാൻ KSRTC MDക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൂണിയനുകളുമായി സൗഹൃദത്തിൽ തന്നെ പോകും. പക്ഷേ യൂണിയൻ ഇടപെടൽ ഒരു പരിധിവരെ നിയന്ത്രിക്കും. ജീവനക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ബസ് സർവീസുകൾക്കോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ KSRTCക്ക് ആകമാനം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ യൂണിയൻ നേതാക്കൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ശക്തമായി നിയന്ത്രിക്കും എന്ന ഒരു സൂചന കൂടി മന്ത്രി KB ഗണേഷ് കുമാർ നൽകുന്നുണ്ട്. ശമ്പളം, പെൻഷൻ എന്നിവയാണ് തൊഴിലാളികളുടെ ആവശ്യം. വിഷയത്തിൽ സുതാര്യമായ ചർച്ചയുണ്ടാകും എന്നും മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു. തീർച്ചയായിട്ടും തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ, അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വിശ്രമം കൃത്യമായി നൽകിക്കൊണ്ട്, ഡ്രൈവർമാരൊക്കെ 2-3 ഡ്യൂട്ടികൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ശാരീരിക മാനസിക ബുദ്ധിമുട്ട്, മാത്രമല്ല അത് അപകടകരമായ ഒരു സ്ഥിതിയുമുണ്ടാക്കും. കാരണം ഉറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ എന്താകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വളരെ പോസിറ്റീവായ ഒരുപാട് പുതിയ നിർദ്ദേശങ്ങളാണ് മന്ത്രി ഇന്ന് ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. KSRTCയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പ്രാഥമികമായി ചെയ്യുന്ന കാര്യങ്ങളാണ് മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ മികവുറ്റതാക്കി മാറ്റാൻ, കൂടുതൽ സർവീസുകൾ ആരംഭിക്കാൻ, കൂടുതൽ ജനകീയമാക്കി KSRTCയെ മാറ്റാൻ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് മന്ത്രി പറയുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ഈ വിഷയം സംസാരിക്കും. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കും. മുഖ്യമന്ത്രി അനുമതി നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കിയെടുക്കും. ക്യാബിനറ്റിലും ഈ വിഷയം ഉന്നയിക്കും. KSRTCയെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ജീവനക്കാർക്ക്, തൊഴിലാളികൾക്ക് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ, പെൻഷൻകാർക്ക് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ കൃത്യമായ ഒരു മാനേജ്മെൻറ്റോടുകൂടി, ഒരു ധന വിനിയോഗ മാനേജ്മെൻറ്റോടുകൂടി KSRTCയെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് മന്ത്രി KB ഗണേഷ് കുമാർ പങ്കുവച്ചത്.